A body of mass 50 kilograms slides down a rough inclined plane whose inclination to horizontal is 30 degree. If the coefficient of friction between the plane and the body is 0.4, determine the acceleration of the body. നോക്കൂ, എ ബോഡി ഓഫ് മാസ് 50 കിലോഗ്രാം, 50 കിലോഗ്രാം മാസ്സുള്ള, അവിടെ വെയിറ്റ് അല്ല കേട്ടോ തന്നത്, വെയിറ്റ് ആണെങ്കിൽ ന്യൂട്ടൺ എന്നായിരിക്കും, ഇവിടെ കിലോഗ്രാം എന്നാണ്. അപ്പോൾ 50 കിലോഗ്രാം മാസ്സുള്ള ഒരു ബോഡി സ്ലൈഡ്സ് ഡൗൺ എ റഫ് ഇൻക്ലൈൻ പ്ലെയിൻ, ഒരു റഫ് ഇൻക്ലൈൻ പ്ലെയിൻ, ചെരിഞ്ഞ പ്രതലം, ചെരിഞ്ഞ സർഫസ്, അതിൻ്റെ മേലെ കൂടെ സ്ലൈഡ് ഡൗൺ, താഴേക്ക് ഇങ്ങനെ ഉരസി വരികയാണ്, സ്ലൈഡ് ചെയ്ത് വരികയാണ്. എന്തിനാണ് റഫ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചത്? സ്മൂത്ത് എന്ന് പറഞ്ഞുകൂടായിരുന്നു? റഫ് ഇൻക്ലൈൻ പ്ലെയിൻ, റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഉറപ്പിക്കാം അവിടെ ഫ്രിക്ഷൻ വരുന്നുണ്ട്, ഫ്രിക്ഷൻ നമ്മൾ പരിഗണിക്കണം. സ്മൂത്ത് ഇൻക്ലൈൻ പ്ലെയിൻ ആണെങ്കിൽ ഫ്രിക്ഷൻ പരിഗണിക്കേണ്ട, പിന്നെ അവിടെ ഫ്രിക്ഷൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് തരില്ല, ഫ്രിക്ഷൻ പരിഗണിക്കേണ്ടതില്ല, ഫ്രിക്ഷൻ ഇല്ല എന്നാണ് കൂട്ടാം. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് റഫ് ഇൻക്ലൈൻ പ്ലെയിൻ ആണ്, അവിടെ ഫ്രിക്ഷൻ വരും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് 30 ഡിഗ്രിയാണ് ആ ഇൻക്ലിനേഷൻ, ആ ഒരു ചെരിഞ്ഞ പ്രതലം, ആ ചെരിവ് എത്രയുണ്ട്? ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രിയാണ് ആ ചെരിവ്. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ പ്ലെയിൻ ആൻഡ് ദ ബോഡി ഈസ് 0.4, മ്യൂ ഈസ് ഈക്വൽ ടു 0.4 ആണെങ്കിൽ ഡിറ്റർമിൻ ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡി, ബോഡിയുടെ ആക്സലറേഷൻ കണ്ടുപിടിക്കുക. നമുക്ക് ആദ്യം ഒരു ചിത്രം വരയ്ക്കാം. ഇതിൻ്റെ ചിത്രം തന്നാലും ഇല്ലെങ്കിലും ഡയഗ്രാം ഒരു പക്ഷേ തരാതിരിക്കാം. ഇതിന് ഇത്രയും കൃത്യമായിട്ട് പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഡയഗ്രാം തരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം. ഒരു ഇൻക്ലൈൻ സർഫസ് വരയ്ക്കുക. ആ ഇൻക്ലിനേഷൻ എത്രയാണ്? ചെരിവ് എത്രയാണ്? 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. ഇതിൻ്റെ മേലെയാണ് ഒരു ബോഡി, ഒരു ബ്ലോക്ക്, ദിസ് എ ബ്ലോക്ക് ഓർ ബോഡി. ഈ ബോഡി 50 കിലോഗ്രാം ആണ് ഇതിൻ്റെ മാസ്, 50 കിലോഗ്രാം മാസ്സുള്ള ബോഡിയാണ്. അത് താഴേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരികയാണ്. എന്നിട്ടോ പിന്നെ തന്നിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, മ്യൂ ഈസ് ഈക്വൽ ടു 0.4 തന്നിട്ടുണ്ട്. ഇത്രയല്ലേ തന്നെ? യെസ്. നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം അല്ലേ? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ ചിത്രത്തെ ഏകദേശം ഇതുപോലെ തന്നെ അങ്ങ് വരയ്ക്കണം, ആ ചെരിവും കാര്യങ്ങളൊക്കെ അതുപോലെ നിർത്തിയിട്ട്. പക്ഷേ സർഫസ് വരയ്ക്കരുത്, വെറും ബോഡി മാത്രം വരയ്ക്കുക. ആ ബോഡിയുടെ മേലെ ഫോഴ്സ് ഉണ്ടാവും, ആ ഫോഴ്സ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ബോഡി വരയ്ക്കാം, ഏകദേശം അതുപോലെ ആ ഒരു ചെരിവോട് കൂടിയൊക്കെ വരയ്ക്കുക കേട്ടോ. ഏകദേശം അതുപോലെ അല്ലേ? ശരി. ഇനി ഇതിൻ്റെ മേലെ എന്തൊക്കെയാണ് നമുക്ക് മാർക്ക് ചെയ്യാനുണ്ടാവുക? ഇതിൻ്റെ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, എപ്പോഴും വെയിറ്റ് കുത്തനെ താഴേക്കായിരിക്കും. സോ വെയിറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. വെയിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വെയിറ്റ്? വെയിറ്റ് എത്രയാണ്? 50 ആണോ? 50 ഈസ് ദ മാസ്, ഇറ്റ് ഈസ് നോട്ട് വെയിറ്റ്. സോ 50 ഇൻറ്റു 9.8 ആണ് വെയിറ്റ് വരിക. സോ വെയിറ്റ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 9.81, അത്രയും ന്യൂട്ടൺ. മറ്റത് 50 എന്നുള്ളത് കിലോഗ്രാമാണ്, അത് മാസ്സാണ്, അതല്ല വെയിറ്റ്. വെയിറ്റ് 50 ഇൻറ്റു 9.81, അത് നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നു. പിന്നെയോ, പിന്നെ ഇതിൻ്റെ സർഫസ് നമ്മൾ റിമൂവ് ചെയ്ത സ്ഥിതിക്ക് ആ സർഫസിൽ നിന്നുള്ള റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. റിയാക്ഷൻ എങ്ങനെ വരയ്ക്കുക? ഇന്നലെയൊക്കെ നമ്മൾ വരച്ചിരുന്നു. റിയാക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആൻഡ് ടുവേഴ്സ് ദി ബോഡി. ആ സർഫസിന് പെർപെൻഡിക്കുലറും നമ്മൾ പരിഗണിക്കുന്ന സിസ്റ്റത്തിന് ആ ബോഡിയുടെ അകത്തേക്കും. ആ രൂപത്തിൽ റിയാക്ഷൻ വരച്ചു. സേ ദിസ് ഇസ് റിയാക്ഷൻ. ദാറ്റ് ഈസ് റിയാക്ഷൻ. പിന്നെയോ ഇനി എന്താ വരയ്ക്കാൻ ബാക്കിയുള്ളത്? അപ്പോൾ റിയാക്ഷൻ വരച്ചു, അതേപോലെ വെയിറ്റ് വരച്ചു, വെയിറ്റും കാണിച്ചു അല്ലേ. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, റഫ് സർഫസ് ആണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഈ ബോഡി താഴേക്കാണ് ഉരസി വരുന്നത്, താഴേക്കാണത് സ്ലൈഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ്, മുകളിലേക്ക്. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നു, എഫ്. എഫ് ഇസിക്കൽ ടു അവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് മറക്കാതിരിക്കാൻ എഴുതിക്കാം, എഫ് ഇസിക്കൽ ടു മ്യൂ ആർ. എപ്പോഴും അത് നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എഫ് ഇസിക്കൽ ടു മ്യൂ ആർ, ആ രൂപത്തിൽ നമുക്ക് പഠിച്ചു പോകണം. ഇത് മൂന്നുമാണ് നമുക്കവിടെ മാർക്ക് ചെയ്യാനുള്ളത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ മോഡ്യൂൾ 2 എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമുക്ക് ഒരു ഇൻക്ലൈൻ സർഫസിലുള്ള ബോഡിയെ പരിഗണിക്കുമ്പോൾ 2 തരത്തിലുള്ള ഫോഴ്സുകളാക്കി നമ്മൾ മുഴുവൻ ഫോഴ്സുകളെയും മാറ്റണം. ഒന്ന് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്, ദെൻ സെക്കൻഡ് വൺ പാരലൽ ടു ദ സർഫസ്.
നമ്മൾ ഏത് ഇൻക്ലൈൻ സർഫസിനെയാണോ പരിഗണിക്കുന്നത് ആ ഇൻക്ലൈൻ സർഫസിന് പാരലായിരിക്കണം ഫോഴ്സ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഈ രണ്ട് രൂപത്തിലേ ഫോഴ്സ് വരാവും. അതല്ലാത്ത രൂപത്തിൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റും, ഒന്നുകിൽ പാരലോ പെർപെൻഡിക്കുലറായിട്ട് മാറ്റും. അതിനെന്താ പറയുക? അതിനെ രണ്ട് കമ്പോണൻ്റ് ആക്കിയിട്ട് റിസോൾവ് ചെയ്യാമെന്ന് പറയും അല്ലേ? റിസോൾവിങ് ഇൻറ്റു 2 കമ്പോണൻസ് എന്ന് പറയും. ശരി, അപ്പോൾ ഇവിടെ വെയിറ്റ് എന്നുള്ള ആ ഒരു ഫോഴ്സ്, വെയിറ്റിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ആക്കേണ്ടി വരും, 2 കമ്പോണൻ്റ് ആക്കി മാറ്റേണ്ടി വരും. കാരണം വെയിറ്റ് ആ സർഫസിലൂടെ അല്ല കിടക്കുന്നത്. ഇതാണ് സർഫസ് അല്ലേ? ഇതാണ് നമ്മുടെ ചെരിഞ്ഞ പ്രതലം, ചെരിഞ്ഞ സർഫസ്. അപ്പോൾ ഇതാണ് ചെരിഞ്ഞ സർഫസ്. ഈ ചെരിഞ്ഞ സർഫസിന് പാരലായിട്ടാണ് എഫ് കിടക്കുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ആർ കിടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പ്രശ്നമില്ല, പെർപെൻഡിക്കുലറും പാരലുമാണ്. പക്ഷേ ഇതോ വെയിറ്റ് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സർഫസ്, ഇത് വെയിറ്റ്, അത് പാരലും അല്ല പെർപെൻഡിക്കുലർ അല്ല. അതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ആക്കണം, ഒന്നുകിൽ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ പാരലൽ, അല്ലെങ്കിൽ രണ്ടുമായിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കാം. ഒന്ന് പെർപെൻഡിക്കുലർ ആയിട്ടും ഒന്ന് പാരലായിട്ടും, 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ, ഓർ വി ക്യാൻ സേ 2 റെക്റ്റാങ്കുലർ കമ്പോണൻസ് റിസോൾവിങ് ഇൻറ്റു 2 റെക്റ്റാങ്കുലർ കമ്പോണൻസ് ആണ് ഇതിന് പറയാം. ഇതിൽ ഏത് ആംഗിളാണ് ഇപ്പോൾ തന്നിരിക്കുന്ന ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ഉണ്ടല്ലോ, അതായത് ഈ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി, ഈ 30 ഡിഗ്രി ഇതിൽ എവിടെയാണ് വരിക? ഏത് ആംഗിളാണ് 30 ആയിട്ട് വരിക? ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, മോഡ്യൂൾ 2 എടുത്തപ്പോൾ. ഈ ആംഗിളാണോ അതോ ഈ ആംഗിളാണോ? ഇതിൽ ഏത് ആംഗിളാണ് വരിക? വെർട്ടിക്കലുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ അല്ലേ? സോ വെർട്ടിക്കൽ ആയിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് 30 ഡിഗ്രി വരിക. ദിസ് ഈസ് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആ 30 ഡിഗ്രിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ കമ്പോണൻറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ദാറ്റ് ഈസ് W cos തീറ്റ, ഇത് W sin തീറ്റ. അപ്പോൾ ഇനി നമുക്ക് ആ നേരെ നിൽക്കുന്ന W എന്നുള്ളതിന് വേണ്ട, ഇത് വേണ്ട, അതിനെ നമ്മൾ 2 കമ്പോണൻ്റ് ആക്കി സ്പ്ലിറ്റ് ആക്കി, ഒരു കമ്പോണൻറ്റ് ഡൗൺവേർഡ്സ് ആൻഡ് അനദർ കമ്പോണൻസ് പാരലൽ ടു ദ സർഫസ്. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ഇത്ര വരച്ചാൽ തന്നെ നല്ല മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഈ ചിത്രമൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വളരെ ഈസിയാണ് വരയ്ക്കാൻ വേണ്ടി പഠിക്കുക. ഇനി നമുക്ക് കഴിഞ്ഞ മോഡ്യൂളിൽ ചെയ്ത അതേപോലെ ഈ കഴിഞ്ഞ മോഡ്യൂളിൽ ചെയ്തതിൻ്റെ ശരിക്കും റിപ്പീറ്റേഷനാണ് ഇതിലുള്ള പല പ്രോബ്ലംസും. വ്യത്യാസം ഇതിൽ മോഷൻ വരുന്നു. അതുകൊണ്ട് തന്നെ =0 എടുക്കാൻ പറ്റില്ല, =ma എടുക്കണം. അതേപോലെ ഡയറക്ഷൻ എടുക്കുമ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ പോസിറ്റീവും ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതിനൊക്കെ നെഗറ്റീവ് എടുക്കണം. ഇതാണ് വ്യത്യാസം. ഈ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മോഡ്യൂളിൽ നിന്നും കഴിഞ്ഞ മോഡ്യൂളിൽ നിന്നും കൂടെ ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ എടുക്കാം. പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എടുക്കുന്ന സമയത്ത് =0 കൊടുക്കാം. കാരണം ഈ ബോഡിക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ ഈ രൂപത്തിൽ മൂവ്മെൻ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് ആ ഡയറക്ഷനിൽ നമുക്ക് എടുക്കുമ്പോൾ σv=0 എടുക്കാം. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അപ്പോഴാണ് നമ്മൾ =0 എടുക്കാൻ പാടില്ലാത്തത്. സോ പെർപെൻഡിക്കുലർ ഫോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ, പെർപെൻഡിക്കുലർ ഫോഴ്സ് പരിഗണിച്ചു കഴിഞ്ഞാൽ മുകളിലേക്കുള്ളത് R മൈനസ് താഴേക്കുള്ളത് W cos തീറ്റ. അത് രണ്ടും അല്ലേ ഉള്ളൂ? അതെ, R മൈനസ് W cos തീറ്റ =0 കൊടുക്കാം, കാരണം മൂവ്മെൻ്റ് ഇല്ല. ഇനി R മൈനസ് W cos തീറ്റ എത്രയാണ്? W എന്ന് പറഞ്ഞാൽ 50 × 9.81 ഇൻറ്റു cos തീറ്റ cos 30. R =0. R മൈനസ് 424.78 ന്യൂട്ടൺ. ഇത് ഈ വാല്യൂവിൽ വല്ല മാറ്റമുണ്ടോ നിങ്ങൾ ചെയ്ത് നോക്കണേ. =0. ദാറ്റ് ഈസ് R = ആ മൈനസിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ R ഈസ് ഈക്വൽ ടു 424.78 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടി. ഇനി
അടുത്തത് ഇപ്പോൾ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഫോഴ്സുകളാണ് നമ്മൾ എടുത്തത്. ഇനി നമുക്ക് പാരലൽ ഫോഴ്സുകൾ എടുക്കാം. എന്താ പാരലൽ ഫോഴ്സ്? സർഫസിന് പാരലായിട്ടുള്ള, ആ ഇൻക്ലൈൻഡ് സർഫസിന് പാരലായിട്ടുള്ള ഫോഴ്സുകൾ എടുക്കാം. അത് ഏതൊക്കെയാണ്? അതിലൊന്ന് ഈ ഡബ്ല്യു സൈൻ തീറ്റയാണ്, മറ്റൊന്ന് ഇതാണ്. 2 ഫോഴ്സുകളേ ഉള്ളൂ, ഈ ഫോഴ്സും ഈ ഫോഴ്സും. അത് രണ്ടും പരിഗണിക്കാം. അതിൽ ഏതാണ് പ്ലസ്, ഏതാ മൈനസ്? എലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി മോഷൻ പോസിറ്റീവ് എടുക്കുക, ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി മോഷൻ നെഗറ്റീവ് എടുക്കുക. അപ്പോൾ ഇവിടെ ഈ എലോങ് ദി ഡയറക്ഷൻ, ഈ ബോഡി മൂവ് ചെയ്യുന്നത് താഴേക്കാണ്, ഇതിങ്ങോട്ട് താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡയറക്ഷനിലുള്ളത് പോസിറ്റീവ്, താഴേക്കുള്ള ഡയറക്ഷനിലുള്ളത് പോസിറ്റീവ്. സോ ഡബ്ല്യു സൈൻ തീറ്റ ആയിരിക്കും പോസിറ്റീവ് എടുക്കുക, ഈ എഫ് നെഗറ്റീവ് എടുക്കും. നമ്മൾ നേരത്തെ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? വലതുവശത്തേക്കുള്ളത് പോസിറ്റീവ്, ഇടതുവശത്തേക്കുള്ളത് നെഗറ്റീവ് എന്നായിരുന്നു. കാരണം ആ ബോഡിക്ക് മൂവ്മെൻ്റ് ഇല്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മൂവ്മെൻ്റ് ഉള്ള ബോഡി ആയതുകൊണ്ട് എങ്ങോട്ടാണോ മൂവ്മെൻറ്റ്, ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ്മെൻറ്റ്, ആ ഡയറക്ഷനിൽ പോസിറ്റീവ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് നെഗറ്റീവ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്ക് ഡബ്ല്യു സൈൻ തീറ്റ പോസിറ്റീവ് അല്ലേ? ഡബ്ല്യു സൈൻ തീറ്റ മൈനസ് എഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എ ആണ് എടുക്കുക. അവിടെ നമ്മൾ 0 എടുത്ത് പോയത് മറന്നിട്ട്, ഈസ് ഈക്വൽ ടു എം എ. ഇനി ഇതിൽ അറിയുന്ന വാല്യൂസുകൾ ഡബ്ല്യു എന്നുള്ളതിന് പകരം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? ഡബ്ല്യു 50 × 9.81, 50 × 9.81 ആണ് ഡബ്ല്യു. സൈൻ തീറ്റ സൈൻ 30 മൈനസ് എഫ് എന്നുള്ളതിന് പകരം മ്യൂ ആർ ഈസ് ഈക്വൽ ടു എം 50 തന്നെയാണ്. അവിടെ പിന്നെ ഒന്നും ചെയ്യണ്ട, കാരണം തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ തന്നെ എം തന്നിട്ടുണ്ട് 50 കിലോഗ്രാം. സോ എം 50 ഇൻറ്റു ആക്സലറേഷൻ അറിയില്ല, 50 × 9.81 സൈൻ 30 മൈനസ് മ്യൂ എത്രയായിരുന്നു? മ്യൂ 0.4 ഇൻറ്റു ആർ തൊട്ട് മുമ്പ് കിട്ടിയല്ലോ 424.78, 424.78 ഈസ് ഈക്വൽ ടു 50 × എ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു ഇക്വേഷൻ, ഒരു അൺനോൺ സുഖമായിട്ട് കണ്ടുപിടിക്കാം. ആ അൺനോണിനെ ആ ഇൻറ്റു 15 പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ 50 × 9.81 സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 0.5 ഇൻറ്റു മൈനസ് 0.4 ഇൻറ്റു 424.78 ഹോൾ ഡിവൈഡ് ബൈ 50 ഈസ് ഈക്വൽ ടു എ. ഇതൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്താൽ യു വിൽ ഗെറ്റ് 1.51 m/s² എന്ന് കിട്ടും. എളുപ്പമല്ലേ? ഈസി പ്രോബ്ലംസ് ആണ്. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ 90% ഭാഗങ്ങളും വളരെ ഈസിയാണ്. കുറച്ച് ടഫുള്ള ഭാഗങ്ങളുണ്ട്, പക്ഷേ ബാക്കി ഭാഗങ്ങളെല്ലാം വളരെ ഈസിയാണ്.